ചട്ടമ്പി പാറു ഏപ്രിൽ 7 മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്താ പുതിയ ഗൂഢാലോചന? ഇനി ആർക്കെങ്കിലും കാശിക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടോ? ഇല്ല. ആരെയും വേദനിപ്പിക്കാണ്ട്, ആർക്കും ഒരു ഭാരമാകാതെ ഈ ആത്മാവിനെ അങ്ങോട്ട് വിളിച്ചാൽ മതിയെന്ന അച്ഛമ്മയുടെ പ്രാർത്ഥന. വല്ല നാട്ടിലും ചെന്ന് കിടന്ന് മോക്ഷം അടയുന്നതിനേക്കാൾ കൊച്ചുമക്കളുടെ കയ്യിൽ നിന്ന് ഒരു ഇറുക്ക് വെള്ളം വാങ്ങി കുടിച്ചിട്ട് കണ്ണടയ്ക്കാനായാൽ അത്രയും ഭാഗ്യം. ഇനി അഥവാ അഭിപ്രായം മാറ്റി പോകണം തോന്നിയാ നേരത്തെ പറയണം. ടിക്കറ്റ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും ഈ ഹരീഷ്ണൻ. മോന്റെ കല്യാണം നടക്കാനല്ലേ അച്ഛനത് നേർന്നത്. എന്നിട്ടിങ്ങനെ മുനവെച്ച് സംസാരിക്കല്ലേ മോനെ. കാലം കുറെ ആയില്ലേ ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി ഇവിടെ ചുമടെടുക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞോ? നിങ്ങളും അതെന്നോട് മൂടി വെച്ചില്ലേ? ഹരിച്ചേട്ടന്റെ ആവശ്യം സാധിച്ചതിന് അച്ഛൻ പോകുന്നത് ഹരിച്ചേട്ടനെ അറിഞ്ഞിട്ടാണെന്നാ ഞങ്ങൾ കരുതിയത്. ഓ പിന്നെ എന്റെ കാര്യസാധ്യത്തിന് കാശിക്ക് എന്ത് കാര്യസാധ്യത്തിന്? പറയിപ്പിക്കരുത് എന്നെ കൊണ്ടുവന്നു. മോനെ ഹരി, മോന് നിർബന്ധമാണെങ്കിൽ അച്ഛൻ വരുന്നത് വരെ കാത്തു നിൽക്കണമെന്നില്ല. കുറച്ച് ദിവസം, കുറച്ച് നാളുകൂടി നമ്മൾ ഒന്നിച്ച് ജീവിച്ചിട്ട് മോനും ആതിരയും മാറി താമസിച്ചോ. ഈ നരകത്തിൽ കിടന്ന് മടുത്തെനിക്ക്. എത്ര വേഗം പോയേ പറ്റൂ എനിക്ക് ഇവിടുന്ന്. സുമിത്രയുടെ മരണശേഷം ഈ കുടുംബത്തിലേക്ക് ഒരു മരുമകള് കയറി വന്നിട്ട് ഇത്ര നേരമല്ലേ ആയിട്ടുള്ളൂ. ആ കൊച്ചിനൊപ്പം ഈ വീട്ടില് കുറച്ചു നാളുകൂടി കഴിയാനുള്ള കൊതി കൊണ്ടാ മോനെ. നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നടന്നു കിട്ടണം. എന്റെ ആഗ്രഹങ്ങൾ മാത്രം നടക്കാതെ തുടരണം അല്ലേ? ഇനിയിങ്ങനെ അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ചല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കും നല്ലവണ്ണം. ഒരു കാര്യം ഉറപ്പാ, ഏട്ടത്തി മാറി താമസിക്കാൻ സമ്മതം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാ ഹരിച്ചേട്ടനെടുത്ത തീരുമാനം നടപ്പാക്കാതെ പോയത്. ഹരിയുടെ പിടിവാശിക്ക് മുന്നിൽ ആതിരയ്ക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും? ആതിര ചേച്ചിക്ക് പിടിച്ചിരിക്കാൻ പറ്റിയേക്കും. പക്ഷേ മല്ലിയുടെ റൂമിൽ ചെന്നിട്ടും ആതിര ചേച്ചിയെ കാണാഞ്ഞിട്ട് വന്ന് നമ്മളോട് ചോദിക്കുമ്പോ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏട്ടത്തി പെട്ടെന്ന് ഏട്ടത്തിയുടെ അച്ഛൻ വിളിച്ചിട്ട് വീട്ടിൽ പോയെന്നൊരു കള്ളം പറയണം. അത്രയല്ലേ ഉള്ളൂ കാര്യം. അത് വേണ്ട. വല്യേട്ടനെങ്ങാനും ശിവദാസങ്ങളെ വിളിക്കുകയോ, ശിവദാസങ്ങള് ആതിര ചേച്ചിയെ ഫോണിൽ കിട്ടാത്തോണ്ട് വല്യേട്ടൻ എങ്ങാനും വിളിക്കുകയോ ചെയ്താ നുണ പറഞ്ഞതിന്റെ പേരില് അതിലും വലിയ പുകയിലാകും. ഹരിച്ചേട്ടന്റെ ഒപ്പമുള്ള നമ്മുടെ ജീവിതം ചെകുത്താനും കടലിനും നടക്കുന്ന പോലെയായി. എങ്ങോട്ട് നീങ്ങിയാലും രക്ഷപ്പെടാൻ മാർഗമില്ല. ഇങ്ങനെ നമ്മൾ എത്ര നാൾ കഴിയും? ഏട്ടത്തി വന്നു കയറിയ ഹരിച്ചേട്ടന്റെ സ്വഭാവത്തില് കുറെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയിട്ടിപ്പോ പണ്ടത്തെ ഇതിലും മുരടനായ ആള്. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞാ മതിയല്ലോ. മോളെ, ആതിരെ ഒന്നുകൂടി ഫോണിൽ വിളിച്ചു നോക്കി. രാജ ചേച്ചി ഇപ്പൊ എവിടെയാ? ഞാനൊന്ന് ടൗണിൽ പോയതാ മനീഷിക്കുള്ള മരുന്ന് മേടിക്കാൻ. ഇപ്പൊ എന്തിനാ ടൗണിലേക്ക് പോയത്? ജംഗ്ഷനിലെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുമായിരുന്നല്ലോ. അവിടെ നിന്ന് മേടിച്ചാൽ ശരിയാവില്ല. നമ്മളെ എല്ലാരെയും അവർക്കറിയാം. മനീഷ കഴിക്കുന്ന മരുന്ന് അവരറിഞ്ഞ പിന്നീട് അതൊരു പ്രശ്നമാകും. ശരിയാ ചേച്ചി പറഞ്ഞത്. ഞാൻ അത്രയ്ക്കങ്ങ് ചിന്തിച്ചില്ല. ചേച്ചി ഇപ്പൊ എവിടെ എത്തി? വീട്ടിലെത്താറാവുന്നു. നീ എന്തിനാ വിളിച്ചത്? ചേച്ചിയുടെ ഫോണിലേക്കേ ശോഭയുടെ സ്വർണ്ണാഭരണങ്ങളുടെ ഫോട്ടോ അയച്ചിട്ടുണ്ട് ഞാൻ. വീട്ടിൽ ചെന്നിട്ട് നോക്കിയാ പോരെ? ആ മതി ചേച്ചി. പിന്നെ ചേച്ചി ശ്രദ്ധിച്ച് കേൾക്കണം. എന്റെ ബെഡ്റൂമില് ബെഡിന്റെ കാൽക്കൽ ഭാഗത്താണ് സേഫ് ലോക്കറിന്റെ താക്കോൽ വച്ചിരിക്കുന്നത്. അതെടുത്ത് തുറന്ന ഫോണിൽ അയച്ച പണ്ടങ്ങൾ അതിലുണ്ടോന്ന് നോക്കിയിട്ട് വിവരം പറയണം. ശോഭ അറിയാതെ വേണം നോക്കാൻ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ ഉറപ്പായിട്ടില്ല. ചേച്ചി അത് നോക്കിയിട്ട് വിളിക്കുക, അപ്പൊ പറയാം. ശരി.
എന്റെ പൊന്നുമോളെ, നീ എവിടെയായിരുന്നു ഇതുവരെ? ഇതുവരെ തീ തിന്നിരിക്കായിരുന്നു ഞങ്ങള്. ഫോണിൽ വിളിച്ചിട്ടും കിട്ടിയില്ല നിന്നെ. ഫോണിന്റെ ചാർജ് തീർന്നുപോയി. ഏട്ടത്തി ദൂരേക്ക് എവിടെയെങ്കിലും പോയതായിരുന്നെങ്കിൽ ഞങ്ങളോട് പറയായിരുന്നില്ലേ? ചേട്ടാ പതുക്കെ, അകത്ത് വല്യേട്ടൻ കേക്കും. ഹരിച്ചേട്ടൻ തിരികെ വന്നോ? ആതിര എവിടെയെന്ന് ഹരി വന്ന് ചോദിക്കുമ്പോ എന്തു പറയുമെന്ന് ആലോചിച്ച് ആദ്യ പിടിച്ചിരിക്കായിരുന്നു ഞങ്ങള്. മോളെ, ഫോണിൽ വിളിച്ച് കിട്ടാഞ്ഞിട്ട് ശിവദാസൻ വിളിച്ച് അന്വേഷിച്ചിരുന്നു. അച്ഛനെ ഞാൻ കടയിൽ ചെന്ന് കണ്ടിട്ടാ വരുന്നത്. മോളിത് അത്യാവശ്യമായിട്ട് എവിടെ പോയതാ? അതിരെ അതിരെ ശിവദാസനങ്ങൾ വിളിക്കുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടാണോ പുറത്തു പോകുന്നത്? ഹലോ അച്ഛാ, ഫോണിന്റെ ചാർജ് തീർന്നു. വീട് വരെ ഒന്ന് പോയതാ അച്ഛാ. എല്ലാ തടസ്സങ്ങളും നീക്കി വിവാഹം നടത്തി തന്നതിന് അമ്മയുടെ അസ്ഥിത്തറയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോന്നു. ശരി അച്ഛാ. അച്ഛനെ വാട്ടർ ക്യാൻ കടയിൽ പോയി കണ്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഹരിച്ചേട്ട സംശയിക്കാതിരിക്കാനാ. ഇനി എവിടേക്കെങ്കിലും പോകുമ്പോ എവിടെ പോകുന്നു പറഞ്ഞിട്ടെങ്കിലും പോണേ മോളെ. വിളിക്കുമ്പോ ഫോണിൽ കിട്ടിയില്ലെങ്കിലും ആളെവിടെയുണ്ടെന്നൊരു ധാരണ ഉണ്ടാവുമല്ലോ. ഞാൻ പോയത് അമ്മയുടെ അസ്ഥിത്തറയിലേക്കല്ല അച്ഛമ്മേ. ഞാനൊരു കള്ളം പറഞ്ഞതാ. ഹരിച്ചേട്ടൻ ഏറ്റെടുത്ത അച്ഛന്റെ 10 ലക്ഷത്തിന്റെ ആ കടം വീട്ടാനുള്ള മാർഗം തേടിയാ ഞാൻ പോയത്. പക്ഷേ അത് നടന്നില്ല. ആതിര അക്കാര്യങ്ങൾക്കൊന്നും അലയണ്ട കേട്ടോ. ഹരി കാശ് ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള മാർഗവും കണ്ടെത്തിയിട്ടുണ്ടാവും. എന്നാലും എന്റെ അച്ഛൻ വരുത്തി വെച്ച കടമല്ലേ, അത് വീട്ടാൻ വേറെയും ചില മാർഗങ്ങൾ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഇന്നലെ പറഞ്ഞുറപ്പിച്ച സമയം കഴിഞ്ഞല്ലോ. എന്ത് സംഭവിച്ചാലും കൊള്ളാം, ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, അഭിലാഷാണ്. പണയപ്പണ്ടങ്ങൾ തിരിച്ചെടുത്ത് ഇന്നലെ പറഞ്ഞ സ്ഥലത്ത് അരമണിക്കൂറായി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. അഭിലാഷേ, ഞാനിവിടെ വീട്ടു തടങ്കലില്ല. വീട്ടിലടങ്ങില്ലോ. സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച കാര്യം വീട്ടിലറിഞ്ഞോ? ഞാനും കുടുങ്ങോ? ബഹളം കൂട്ടാതിരിക്കടാ, പേടിത്തൊണ്ട. എനിക്കേ അങ്ങോട്ട് വരാൻ പറ്റില്ല. നീ ഇങ്ങോട്ട് വന്നേ. ആ വീട്ടിലേക്കോ? അതിലും ഭേദം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഏൽപ്പിക്കുന്നതാവും. ഗുഡ് ഐഡിയ. റോഡിൽ കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണങ്ങൾ സത്യസന്ധനായ യുവാവായ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നു. നാളെ പത്രത്തിൽ അതേക്കുറിച്ചുള്ള വാർത്ത കണ്ട് ഉടമസ്ഥയായ ശോഭ മാഡം സ്റ്റേഷനിൽ ചെന്ന് അടയാളങ്ങൾ പറഞ്ഞ് സ്വർണം കൈപ്പറ്റുന്നു.